ഏഞ്ചൽ ബിൻ്റെ വേൾഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ആയുധ പൂജയാണ്. അപ്പോൾ നമുക്കിന്ന് ആയുധങ്ങൾ പൂജയ്ക്ക് വെക്കാം. അപ്പോൾ നമ്മൾ ആയുധ പൂജ നടത്തി. ഏഞ്ചൽ ബിൻഡായിലെ ബിൻഡ അക്ഷരം കുറിക്കാൻ പോവുകയാണ്. രണ്ട് കയ്യിലും ബിൻഡ മോള് എഴുതാൻ വേണ്ടിയിട്ട് ദക്ഷിണ കൊടുക്കാനായിട്ട് പോവുകയാണ്. രണ്ട് കയ്യിലും കുഞ്ഞെവിടെ പോവാ? അപ്പം ഞങ്ങൾ പള്ളിക്കകത്തേക്ക് പോവുകയാണ്. എന്തുവാ എങ്ങനെ അച്ഛൻ പറയുന്ന എല്ലാ കാര്യങ്ങളൊന്നും ഞങ്ങൾക്ക് അറിയാൻ മേല. എന്നാലും ഞങ്ങൾ പള്ളിക്കകത്തേക്ക് പോവുക. ഇവിടെ എല്ലാം നിരീക്ഷണത്തിലാണ്, എല്ലായിടും അടച്ചിട്ടിരിക്കുക. ദൈവം എഴുതാമേ, നോട്ട് വെച്ചു. എഴുതുന്നുണ്ടല്ലോ, കേട്ടോ. നമുക്ക് ആദ്യത്തെ അക്ഷരം ഏതാ? പറഞ്ഞ് ഇവിടെ നോക്കി കൈ എടുത്തിട്ടുണ്ടോ ഞങ്ങളുടെ കുഞ്ഞിനെ, കേട്ടോ. നേരിട്ട് ഞാൻ നോക്കി എഴുതട്ടെ. എഴുതി കേട്ടോ. മോടെ മുട്ടായി എന്ത്? ഞങ്ങൾ എഴുത്തൊക്കെ കഴിഞ്ഞ് തിരിച്ചു പോവുകയാണ്. അച്ഛൻ തന്നെ മുട്ടായി ഒക്കെ കൊടുത്ത്. ഇത് അച്ഛൻ തന്ന മുട്ടായി. ഓക്കെ, രണ്ട് കൈ കൊണ്ട് മേടിയില്ലേ. ഗിഫ്റ്റാണേ, അക്ഷരം കുറിച്ചതിൻ്റെ ഗിഫ്റ്റാണ് കേട്ടോ. മേടിച്ചോ, രണ്ട് കൈ കൊണ്ട് മേടിച്ചോ. ഈ പാക്കറ്റ് എടുത്ത് കൈപ്പിടി മോനെ. സബാഷ്. ഇനി ഇത് പൊട്ടിച്ച് നോക്കാം. കുഞ്ഞിൻ്റെ ഗിഫ്റ്റ് ഞങ്ങൾ പൊട്ടിക്കുവാണ്. അങ്ങനെ ബിൻഡ അക്ഷരം കുറിച്ച് ഞങ്ങൾ തിരിച്ച് വീട്ടിലെത്തി. മോളെ എന്തുവാ നോക്കിക്കേ ഗിഫ്റ്റ്. ദേണ്ട കുഞ്ഞിൻ്റെ ഗിഫ്റ്റ് വേണ്ട. ഇതെല്ലാം എഴുതുവോ? അതെല്ലാം എഴുതുവോ കുഞ്ഞ്? എഴുത. എന്തേലും എഴുതാ. തലയ്ക്ക് ആദ്യമേ തല എങ്ങനെയാണ് നിർത്തി എഴുതുന്നു. അത് സാരമില്ല, പൊട്ടുമൊക്കെ ചെയ്യും. എഴുതെഴുത്. അത് അച്ചാച്ചൻ പിടിച്ചോളും. മോൻ എഴുത്. ഇനി അച്ചാച്ചൻ്റെ ഡ്യൂട്ടിയാണ് കുഞ്ഞിനെ അക്ഷരങ്ങളെല്ലാം പഠിപ്പിക്കുക എന്നുള്ളത്. മിഷ്യൻ പൂജ വെച്ചതുകൊണ്ട് 2 ദിവസം പ്രത്യേകിച്ച് പണിയൊന്നുമില്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ എൻ്റെ ഗപ്പിക്കുളം എല്ലാം വൃത്തിയാക്കി തീറ്റ കൊടുക്കാൻ താമസിച്ചു പോയി. ഞാൻ അവർക്ക് തീറ്റയും കൊണ്ട് വന്നതാണ്. തീറ്റയെല്ലാം തിന്നു കഴിഞ്ഞ് അവരെൻ്റെ കൈയും കൂടെ നക്കി തുടച്ചിട്ടേ പോകത്തുള്ളൂ. എല്ലാവരും വന്നില്ല. ഞാൻ 2-3 ഭാഗത്തായിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. ഞാൻ ക്യാമറ കണ്ടുകൊണ്ട് ഓടിപ്പോയത്. തീറ്റിട്ട് കൊടുക്കാൻ പോവാ താഴോട്ട്. അവർ പോയില്ല. എന്നാലും അവരെൻ്റെ കൈ തക്കി തുടയ്ക്കാനായിട്ടിരിക്കുക.